സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം മഴ ശക്തമായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും കുറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഷെയർ എൽ കുര്യാക്കോസ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്നാൽ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. നിലവിലെ സിറ്റുവേഷൻ എങ്ങനെയാണ്? നിലവിലിപ്പോൾ ആ മഴ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. മഴ ഇനി കൂടുതൽ തീവ്രമാകുമെന്ന് കാണുന്നില്ല തെക്കോട്ട്, പക്ഷെ വടക്കോട്ട് തീവ്രമാകും. കാറ്റിന്റെ വലിയ ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കണം. 50-60 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏതൊക്കെ ജില്ലകളാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് നിലവിലെ അവസ്ഥയിൽ? കോട്ടയം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയാണ്. ആലപ്പുഴയിലേക്ക് ഇനിയിപ്പോൾ മഴവെള്ളം വരും. അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് സജ്ജീകരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇന്നലെ രാത്രി യെല്ലോ ഓറഞ്ച് അലർട്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീടാണ് വന്നതെന്ന് തോന്നുന്നു. അല്ല, ഓറഞ്ച് അലർട്ട് ഇന്നലെ ഉച്ച മുതലേ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം ഇത് ചെയ്തിരുന്നു, നമ്മുടെ സൈറൻസും ഒക്കെ ഊട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഓറഞ്ച് അലർട്ടിന്റെ സമാനമായ മഴ എന്ന് പറഞ്ഞാൽ ആ ഓറഞ്ച് അലർട്ടിനേക്കാളും തീവ്രത കൂടാനും സാധ്യതയുണ്ട്. കാരണം ഈ പ്രവചനങ്ങൾ എന്ന് പറയുന്നതിന് ഒരു 50-60% ആക്യുറസിയെ ലോകത്ത് എവിടെ പോയാലും ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് സൂക്ഷ്മമായ പ്രവചനങ്ങളാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചേ നമുക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വളരെ കൃത്യതയുള്ളതായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ വൈകിട്ട് വരെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇതുപോലെ വലിയ മഴയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ മഴ കൂടി. നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സെക്രട്ടറി തന്നെ നേരിട്ട് കളക്ടേഴ്സുമായിട്ട് യോഗമൊക്കെ ചേർന്നിരുന്നു. നമ്മൾ ഇതായിരുന്നു. പിന്നെ മീഡിയ എല്ലാം വ്യാപകമായി ഇത് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ പോലും പലരും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പലരും മാറിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് നമ്മുടെ പൊതുസമൂഹം കാര്യമായ അവബോധം ഈ മേഖലയിൽ ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി തെക്കൻ ജില്ലകൾ കുറയും, വടക്കൻ ജില്ലകളിലാണ് മഴ ഇനി പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി പകൽ ആരംഭിക്കുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കാണണം, അതെങ്ങനെ മാറി വരുന്നു എന്നുള്ളത്. ഉച്ചക്കത്തെ വാണിംഗ് ആയിരിക്കും ഏറ്റവും സൂക്ഷ്മം. 1 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തരുന്ന വാണിംഗ് വളരെ കൃത്യതയുള്ളതായിരിക്കും. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ റെഡിയാണല്ലോ എല്ലാ കാര്യങ്ങളും. അല്ല, നമ്മൾക്ക് പ്രതികരണ ശേഷിയിൽ ഒരു കുറവും കേരളത്തിനില്ല. നമ്മളത് വലിയ ഒരു പ്രതികരണ സംവിധാനം തന്നെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആപ്താമിത്ര വോളണ്ടിയർമാർ, അതിനൊരു വലിയ സംഘമുണ്ട്. അതിനധികമായി NDRFന്റെ 9 ടീമിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് സേനകളുടെയൊക്കെ സജ്ജീകരണങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ച് അവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മൊബിലൈസ് ചെയ്യാൻ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾക്ക് ഇവിടുന്ന് അതിനുള്ള ശേഷിയുമുണ്ട് ചെയ്യാൻ. തീർച്ചയായും തെക്കൻ ജില്ലകളിൽ മഴ ആശങ്കയുള്ള സ്ഥലങ്ങളിൽ മഴ കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വടക്കൻ ജില്ലകളിൽ ഇനിയും മഴ പ്രതീക്ഷിക്കാമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. കണ്ണനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.